നമസ്കാരം. കേരള ലോട്ടറിയുടെ വിൽപ്പന ഏതാണ്ട് 10 കോടിയിലധികം കുറഞ്ഞു എന്നൊരു പത്രവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാതൃഭൂമിയിൽ ആണെന്ന് തോന്നുന്നു ഞാൻ ആ വാർത്ത വായിച്ചത്. അതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം വാർത്തകൾ ഇനി ഏറെ വൈകാതെ എല്ലാ പത്രങ്ങളിലേക്കും വരും. തീർച്ചയായും ചൂടുകൂടിയത് അതിനൊരു കാരണമാണ് എന്നത് വാസ്തവമാണെങ്കിലും അത് മാത്രമാണോ കാരണം എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു വർഷം കുറഞ്ഞത് 7000 കോടി നികുതി വരുമാനമാണ് സംസ്ഥാന ഖജനാവിലേക്ക് ലോട്ടറി നൽകുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത, റവന്യൂ വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ടതായി GST കഴിഞ്ഞാൽ ലോട്ടറിയും മദ്യവുമാണ്. ആ ലോട്ടറിയുടെ അടിവേര് തന്നെ മാന്തപ്പെട്ടാൽ ലോട്ടറി വകുപ്പ് തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിന്റെ കാരണം നമ്മുടെ മഹാനായ മനുഷ്യസ്നേഹിയായ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ പുതിയ ബോച്ചെ ലോട്ടറിയാണ്. മിസ്റ്റർ സാജൻസ് കറിയ, താങ്കൾ പറയുന്ന ഈ മാതൃഭൂമി ന്യൂസ് 15-ാം തീയതിയാണ് ഈ ന്യൂസ് വരുന്നത്. 16-ാം തീയതിയാണ് നമുക്ക് പത്രം ലഭിക്കുന്നത്. ഈ 15-ാം തീയതി രാത്രിയാണ് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള ന്യൂസാണ് മാതൃഭൂമിയിലും. പിന്നെ 10-ാം തീയതി 9-ാം തീയതി ഇതിനേക്കാൾ മുമ്പ് തന്നെ ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. വിഷു, പെരുന്നാള്, ഈസ്റ്റർ, അതിഭയങ്കരമായ ചൂടൊക്കെ പ്രമാണിച്ച് 10 ചില്ലാൻ കോടി രൂപയുടെ കേരള ഭാഗ്യക്കുറി ബിസിനസ് കുറഞ്ഞിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ ന്യൂസ് ഉണ്ട്. നമുക്ക് മാതൃഭൂമി നോക്കാം. മാതൃഭൂമി 16-ാം തീയതിയിലത്തെ പത്രമാണ്. എന്ന് പറഞ്ഞാൽ 15-ാം തീയതി പ്രിന്റ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ് തുടങ്ങുന്നേക്കാൾ മുമ്പുള്ള ന്യൂസാണ്. വിഷു, പെരുന്നാൾ ഒക്കെ പ്രമാണിച്ച് 33 ചില്ലാൻ ലക്ഷം ടിക്കറ്റ് ബാക്കി വിൽക്കാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായി വിറ്റുവരവിൽ 10.72 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുകയാണ്. ഇത് ഞാൻ കച്ചവടം തുടങ്ങിയതുകൊണ്ടല്ല, അതിനുശേഷമല്ല, അതിനേക്കാൾ മുമ്പുള്ള കാര്യമാണ്. വിഷു, പെരുന്നാളും ഇതൊക്കെ എന്നാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ന്യൂസാണ്. 15-ാം തീയതിയിലത്തെ ന്യൂസാണ്. ഞാൻ കച്ചവടം തുടങ്ങുന്നേക്കാൾ മുമ്പുള്ളതാണ്. അതുകൊണ്ട് അത് അതിനെ ബാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആ സമയത്തൊന്നും കച്ചവടം തുടങ്ങിയിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം. എന്നതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. 7000 കോടി രൂപയിലധികം ഖജനാവിന് വരുമാനം ലോട്ടറിയിൽ നിന്നാണ്. പക്ഷെ ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാരണം ഗവൺമെന്റിന് യാതൊരു വക നഷ്ടവും വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഈ ചായപ്പൊടി വിൽക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് ടാക്സും മറ്റുമായിട്ട് വരുന്ന, പിന്നെ ഞാൻ കൊടുക്കുന്ന ദിവസേന 10 ലക്ഷം രൂപ, ബമ്പർ പ്രൈസ് 25 കോടി രൂപ, കൂടാതെ 13,704 ക്യാഷ് പ്രൈസുകൾ. 13,704 ക്യാഷ് പ്രൈസ് 25,000, 10,000, 5,000, 1000, 500, 100 ഇങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ 30-something അതിന്റെ ടാക്സ് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിലേക്ക് ഒരുപാട് ടാക്സ് വരും. ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാരണം ഒരു നഷ്ടം ഗവൺമെന്റിന് ടാക്സോ മൊത്തമായിട്ടൊന്നും നഷ്ടം വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഗവൺമെന്റിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഞാൻ ചായപ്പൊടി വിൽക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് ഗവൺമെന്റിലേക്ക് വരും. ഞാൻ കൊടുക്കുന്ന പ്രൈസുകൾ ഡെയിലി 10 ലക്ഷം, 13,704 പേർക്ക് ക്യാഷ് പ്രൈസുകൾ, 25 കോടി ബമ്പർ പ്രൈസ്, ഇതിനൊക്കെ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടാണ് കൊടുക്കണേ. അപ്പൊ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാവുകയാണ് ചായപ്പൊടി കച്ചവടത്തിൽ. അതുകൊണ്ട് ഗവൺമെന്റിന് ഇതുവഴി ഒരു നഷ്ടവും വരുന്നില്ല. മാത്രമല്ല, ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് അതിനുശേഷം 1% പോലും കേരള ഭാഗ്യക്കുറിയുടെ കച്ചവടം താഴേക്ക് വന്നിട്ടില്ല. അതിന്റെ കണക്കുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. ഞാൻ ചെയ്യുന്നത് എന്താണ്? ബോച്ചേട്ടി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപാട് ലീഡിംഗ് ചായപ്പൊടി വിൽക്കുന്ന കമ്പനികളുടെ 2.5% സെയിൽസ് ആണ് ഞാൻ കൺവെർട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതിപ്പോൾ ഒരാൾ വരുമ്പോൾ, ഒരു പുതിയ കച്ചവടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ബിസിനസ്സിൽ നിന്ന് കുറച്ച് ചായപ്പൊടിയുടെ കച്ചവടം ഇങ്ങോട്ട് മാറും. എൻ്റെ പദ്ധതി ഇത്രയേ ഉള്ളൂ, ഒരു 10% തേയില കച്ചവടത്തിൻ്റെ 10% ഷെയർ ഞാൻ പിടിക്കണം എന്നതാണ്. അതുകൊണ്ട് ഇത് ചായപ്പൊടി കച്ചവടക്കാരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മാത്രമാണ് ഇവിടെ നൽകുന്നത്. പിന്നെ കേരള ഭാഗ്യക്കുറിക്ക് ഒരു കച്ചവടവും കുറയാൻ പോകുന്നില്ല. ഇതൊരു അഡിക്ഷനാണ് ലോട്ടറി. ലോട്ടറി എടുക്കണവർ എന്നും ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും നിങ്ങളുണ്ട്. പഠിച്ചു നോക്കൂ. പലരും മദ്യം കഴിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ബ്രാൻഡുകളുണ്ട്. അതിനി ആര് വന്നാലും എന്തുണ്ടെങ്കിലും അവരുടെ ഈ മദ്യം ലോട്ടറിയൊക്കെ ഒരു അഡിക്ഷനാണ്. അത് അതുപോലെ തന്നെ നടക്കും. അതിലൊരു മാറ്റവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി കേരള ലോട്ടറിയുടെ സെയിൽസ് കുറയുകയാണ്, തൊഴിലാളികളുടെ വരുമാനം കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് എനിക്കറിയാലോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബോച്ചേട്ടി തേയില വെക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മറ്റു വഴികൾ എനിക്കെന്താ വേറെ കാര്യം ചെയ്യാം. ഈ ടീ പാക്കറ്റിന്റെ ഉള്ളില് പലരും ചെയ്യുന്നതാണ്, ഒരു കടലാസ് വെക്കുക, 500, 1000, 5000, 10000, 20000 അങ്ങനത്തെ കടലാസുകൾ വെക്കുക. ഇപ്പൊ എന്താ, ഒരു 10000 ടീ പാക്കറ്റ് വരുമ്പോ അതിലൊരു 1000 പാക്കറ്റിൽ കടലാസ് വെക്കുക. എന്നിട്ട് ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ആ കൂപ്പൺ കിട്ടുന്നവർക്ക് 5000, 10000, 25000, 10 ലക്ഷം കൊടുക്കാലോ. നറുക്കെടുപ്പ് വേണ്ട, ഭാഗ്യക്കുറി ഒന്നും വേണ്ട. അപ്പോഴും അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ ഡിസ്കൗണ്ട്. ചിലർ കോയിൻ ഇടും, ചില ടീ പാക്കറ്റിനുള്ളിൽ കോയിൻ ഇടും, ബാക്കിയുള്ളവർക്ക് അത് കിട്ടും. നറുക്കെടുപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ പല രീതിയിൽ എനിക്ക് ചായപ്പൊടി വിൽക്കാൻ എനിക്കറിയാം. പക്ഷെ ഇത് കേരള ഭാഗ്യക്കുറിയായിട്ടുള്ള ഒരു കോമ്പറ്റീഷനോ തൊഴിലാളികൾക്ക് വരുമാനം കുറയ്ക്കാനോ ഒന്നുമല്ല. അതൊന്നും ബാധിക്കില്ല. ബാധിച്ചാൽ ഞാനിത് നിർത്താം, യാതൊരു സംശയമില്ല. ആരും ദ്രോഹിച്ചുകൊണ്ട് ആർക്കൊരു ദ്രോഹം വരുത്തിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള ഭാഗ്യക്കുറി സർക്കാർ നടത്തുന്നത് കൊണ്ട് ഒരാൾക്കും ലോട്ടറി തുടങ്ങാൻ അനുമതിയില്ല. എന്നാൽ ഒരു ഉൽപ്പന്നം വിൽക്കുന്ന ഒരാൾക്ക് അതിനോടൊപ്പം എന്തെങ്കിലും ഒരു സമ്മാന കൂപ്പൺ കൊടുക്കാനും ആ സമ്മാന കൂപ്പൺ നറുക്കിട്ട് സമ്മാനം കൊടുക്കാനും നിയമപരമായി ഒരു തടസ്സവുമില്ല. ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ടീ എന്ന പുതിയ ഉഡായിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മിസ്റ്റർ സാജൻ സ്കറിയ പറഞ്ഞത് ശരിയാണ്. ഞാൻ വളരെ നിയമപ്രകാരമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. കാരണം ലോട്ടറി അല്ല ഇത്. ലോട്ടറി എന്ന് പറയുന്നത് ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനാണ് ലോട്ടറി എന്ന് പറയുന്നത്. നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. അതിനൊപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഒരുപാട് പ്രൈസുകൾ, കാറുകൾ, കിലോ കണക്കിന് സ്വർണം, ക്യാഷ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്തപ്പോൾ ഇത് ഫേമസ് ആയി പെട്ടെന്ന്, എത്രയേ ഉള്ളൂ. ദിവസേന പരിശോധിച്ച എത്രയോ കമ്പനികൾ ഇന്ത്യയിലും ആമസോണിലും ലോകത്തും ഇറ്റ്സ് ഇന്റർനാഷണൽ പ്രാക്ടീസ്, ഇറ്റ്സ് എ ബിസിനസ് പ്രൊമോഷനാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോർട്ട് ലോയർ അഡ്വൈസ് എടുത്തിട്ടുണ്ട്, ലീഗൽ അഡ്വൈസ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോർട്ട് ഓർഡറുകൾ വരെ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഹോർലിക്സ്, കൊക്കോകോള, ഒരുപാട് കമ്പനികൾക്കൊക്കെ സുപ്രീം കോടതിയുടെ വിധി ലഭിച്ചിട്ടുണ്ട്. ഇത് സെയിൽസ് പ്രൊമോഷൻ ആണെന്നും ഡാഷ് ആക്ട് പ്രകാരം ഇത് അനുവദനീയമാണെന്നും ഇന്റർനാഷണൽ ഇറ്റ് ഈസ് അലൗഡ്, എല്ലായിടത്തും ഇത് അനുവദനീയമാണ്. കച്ചവടം ചെയ്യണ്ടേ, സെയിൽസ് പ്രൊമോഷൻ വേണ്ടേ? ഈ കോമ്പറ്റീഷൻ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടും ജനങ്ങൾക്ക് അട്രാക്ഷനും ഒക്കെ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും അതേ ഞാനും ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഒരു വക നറുക്കെടുപ്പും പ്രമോഷനും പാടില്ല എന്ന് പറഞ്ഞാൽ വ്യാപാര മേഖല തകർന്നു പോകും. ബിസിനസ്സുകാരെന്ത് ചെയ്യും? ഞാൻ മാത്രമല്ല, ഒരുപാട് ബിസിനസ്സുകാർ ലോകത്ത് ഇന്ത്യയിലൊക്കെ സെയിൽസ് പ്രൊമോഷൻ ഇതുപോലെയുള്ള പല സമ്മാനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിർത്തിവെച്ചാൽ വ്യാപാരികൾ എന്ത് ചെയ്യും? സെയിൽസ് ചെയ്യണ്ടേ? കോമ്പറ്റീഷൻ എങ്ങനെ നേരിടും? എങ്ങനെ പിടിച്ചു നിൽക്കും? വ്യാപാര മേഖല ഒന്നടക്കം തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ, ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. തേയിലയുടെ പ്രൊമോഷനായി ബോബി ചെമ്മണ്ണൂർ നറുക്കെടുപ്പ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ തേയിലയുടെ പ്രൊമോഷൻ അല്ല
നറുക്കെടുപ്പിന്റെ പ്രൊമോഷനാണ് തേയില എന്ന് വേണം പരസ്യങ്ങൾ കാണുമ്പോൾ. എല്ലാ ദിവസവും പത്രങ്ങളിൽ ഇതിന്റെ പരസ്യങ്ങളുണ്ട്. ഒരു ദിവസം 10 ലക്ഷം രൂപയുടെ ഒരു സമ്മാനവും 13,704 മറ്റ് സമ്മാനങ്ങളുമാണ് കൊടുക്കുന്നത്. ബോച്ചെത്തി വാങ്ങിയാൽ മതി ഒരു കൂപ്പൺ കിട്ടും. നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വാങ്ങുന്നതിനേക്കാൾ ലാഭമുള്ള ഏർപ്പാട്. ബോബിയുടെ മറ്റിടപാടുകൾക്കൊക്കെ ഭാഗമായി ഈ കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഫിജി കാർട്ടിൽ 1300 രൂപ മുടക്കി ഒരു ക്ലീനിങ് മെറ്റീരിയൽ പാക്കറ്റ് വാങ്ങിയാൽ 30 കൂപ്പണുകളാണ് കിട്ടുന്നത്. അങ്ങനെ ബോച്ചെ നടത്തിയ എല്ലാ ഇടപാടിലും ഈ കൂപ്പൺ കൊടുക്കുകയാണ്. ഈ കൂപ്പണെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കൂപ്പണുകളാണ് വിറ്റുപോകുന്നത്. ഒറ്റ നോട്ടത്തിൽ സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം ലോട്ടറി അല്ല നടത്തുന്നത്. ഏപ്രിൽ 15-നായിരുന്നു ലോഞ്ചിങ്. ഞൊടിയിടയിൽ ബോച്ചെത്തി ഒരു തരംഗമായി മാറി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിന്റെ വിൽപ്പന പൊടിപൊടിക്കുന്നു. എവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത്, എത്ര തേയിലയാണ് കൊണ്ടുവരുന്നത്, ഇതിന്റെ കണക്കൊന്നും വ്യക്തമല്ല. വയനാട് മേപ്പാടിയിൽ 1000 ഏക്കർ ഭൂമി വാങ്ങിയെന്നും അത് AVTയുടെ ഭൂമിയായിരുന്നെന്നും അവിടെയാണ് തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഒക്കെ ചില വാർത്തകൾ ഞാൻ കണ്ടു. എന്നാൽ ഈ 1000 ഏക്കർ വാങ്ങി എന്ന് പറയുന്നത് പോലും ശരിയല്ല. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 120 ഏക്കറോളം മാത്രമേ ഭൂമിയുള്ളൂ. അവിടെ തേയില ഒന്നും ഇല്ലതാനും. കുറച്ച് തേയില അവിടെയും ഇവിടെയും ഉണ്ടെന്നല്ലാതെ തേയില ഉൽപ്പാദിപ്പിച്ച് ആവശ്യാനുസരണം ഈ നാട് മുഴുവൻ കൊടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് AVT ഗ്രൂപ്പിൽ നിന്ന് ഞാൻ 1000 ഏക്കർ ഭൂമിയല്ല വാങ്ങിയത്, വെറും 120 ഏക്കറയാണ് വാങ്ങിയത്. അത് തെറ്റാണ്. ഞാൻ AVT ഗ്രൂപ്പിൽ നിന്നും 1000 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. ഞാൻ കഴിയാവുന്നതും നുണ പറയാറില്ല. ആകെ വല്ല 2 നുണ പറയേണ്ടി വരുന്നത് എൻ്റെ ഭാര്യയോട് മാത്രമാണ്. ബിസിനസ്സിൽ ഞാൻ നുണ പറയാറില്ല. നമുക്കിതിന്റെ രേഖകൾ പരിശോധിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്, വാക്കുകൾ വേണ്ട, രേഖകളിൽ കൂടെ കടന്നു പോകാം. ഇതാ കേരള സർക്കാർ ലാൻഡ് റവന്യൂ വകുപ്പ് രസീതിയാണ്. പൈസ അടച്ചിട്ടുള്ളതാണ്. കോടിക്കണക്കിന് രൂപ. കൽപ്പറ്റ ഇത്രയും വലിയൊരു ഡീല് നടന്നിട്ടില്ല അവിടെ, കോടികൾ ടാക്സ് അടച്ചിട്ട്. ഇതാ ഷെഡ്യൂൾ B ആണ്. 345 ഹെക്ടർ സംതിങ് ഇതാ കാണാം എന്ന് പറയുമ്പോൾ 852 ഏക്കറയും 84 സെന്റും. ഇനി ഷെഡ്യൂൾ B, ഷെഡ്യൂൾ A ഇതിങ്ങനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര ഹെക്ടർ ആണ് എന്നുള്ളത്. അവിടെ 17 ഏക്കർ സംതിങ് ഉണ്ട്. അങ്ങനെ 870 ഏക്കറയും കൂടാതെ 100 ചില്ലാൻ ഏക്കർ കേസിൽ നടക്കുന്നുണ്ട്. ഈ വലിയ ഭൂമികളിലൊക്കെ കേസുകൾ ഉണ്ടാവും, അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ കേസ് നടക്കുന്ന 100 ചില്ലാൻ ഏക്കർ, 1000 അല്ല 1000ന്റെ മുകളിൽ ലാൻഡാണ് വാങ്ങിയത്. ഇത് എന്തിനാ, ഞാൻ രേഖാമൂലമുള്ളതാണ്, ഇത്രയധികം ടാക്സ് അടച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതല്ലേ. കൽപ്പറ്റ പോയാൽ രജിസ്ട്രാർ ഓഫീസിലോ മറ്റൊക്കെ പരിശോധിക്കാവുന്ന കാര്യമാണ്. എന്തിനാ ഞാൻ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നുണ പറയേണ്ടത്? ബോച്ചെ വെറും വാക്ക് പറയാറില്ല, രേഖകളാണ് സംസാരിക്കുന്നത്. പിന്നെ താങ്കൾ പറയുന്നു അവിടെ തേയില ഇല്ല എന്ന്. അവിടെ തേയിലയുണ്ട്. ഇതാ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഇടാം. ഇഷ്ടംപോലെ തേയില, കാടം, കുരുമുളകൊക്കെ അവിടെ ഉണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. കൂടുതൽ തണുപ്പില്ല, കുറവുമില്ല. പിന്നെ വെള്ളച്ചാട്ടമുണ്ട്, നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ട്, ഒരു 100 ചില്ലാൻ ടെൻറ്റുകളുണ്ട്, 14 ബ്യൂട്ടിഫുൾ കോട്ടേജുകളുണ്ട്. അങ്ങനെ എത്രയോ, ഞാനത് ഉദ്ഘാടനം ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ അവിടെ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും ജംഗിൾ സഫാരിയും ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട്. 50 പേരും 100 പേരും. ഇപ്പോൾ 1000 ബൈക്കേഴ്സ് ഒരു ക്ലബ്ബ് വരാൻ പോകണം. ബൈക്കിൽ 1000 പേരാണ് വരാൻ പോകുന്നത് താമസിക്കാൻ. അങ്ങനെ വലിയ വലിയ പാർട്ടികൾ, വലിയ വലിയ മീറ്റിംഗ്സ്, താമസം ഒക്കെ നടക്കുന്നുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് അവിടെ കാണാം, പൈസ കൊടുക്കാണ്ട് കയറി കാണാം. സാധാരണ ഈ വലിയ എസ്റ്റേറ്റുകളിലും ബംഗ്ലാവുകളിലും ഒന്നും ആളെ കയറ്റില്ല. വാച്ച്മാൻ അവിടെ ഗേറ്റിൽ നിൽക്കും. അതുകൊണ്ട് പലരും ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടിട്ടില്ല. ഞാനും കൊതിച്ചിട്ടുണ്ട് ഒരുപാട് മുമ്പൊക്കെ. വലിയ എസ്റ്റേറ്റിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് ചോദിക്കും, ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ പറയും മുതലാളിയുടെ പെർമിഷൻ എടുക്കണം, ഒരുപാട് ഫോർമാലിറ്റീസ് വേണം, മെയിൽ അയക്കണമെന്ന്. എനിക്കതൊന്നുമില്ല, നിങ്ങൾ വന്നോ, ഫ്രീ ആയിട്ട് കാണാം. ഞാൻ വാച്ച്മാനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ആര് വന്നാൽ അവർ കയറി കണ്ടോട്ടെ, ഫോട്ടോ എടുത്തോട്ടെ.
അവിടെ എയർപോർട്ട് വരാൻ പോകുന്നു, ലോകോത്തരമായ റിസോർട്ട് വരാൻ പോകുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂർ നേരത്തെ പ്രഖ്യാപിച്ചത്. പിണറായി വിജയൻ പറഞ്ഞു, സമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ താങ്കൾ പറയുന്നു ഈ ഭൂമിയിൽ എയർപോർട്ട് വരികയില്ല എന്നത്. ഇവിടെ മുഖ്യമന്ത്രി അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് താങ്കൾക്ക് ഞാൻ ഇവിടെ ഇടാം. ഇവിടെ വയനാട് മേപ്പാടിയിൽ ഞാനൊരു 1000 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു എയർ സ്ട്രിപ്പ് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ലോകം മുഴുവൻ അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി 200 ഏക്കർ സ്ഥലം നൽകാൻ സൗജന്യമായിട്ട് ഞാൻ തയ്യാറാണ്. വയനാട്ടിലൊരു എയർ സ്ട്രിപ്പ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണ്. ഏതായാലും സ്ഥലം ഇപ്പം വാഗ്ദത്തം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ നോക്കാം. പിന്നെ 200 ഏക്കറിൽ എയർപോർട്ട് സാധ്യമല്ല, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലെയിനുകൾ ഇറങ്ങാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ, ബോംബെ അവിടെ നിന്നൊക്കെ 50-60 ആൾക്കാരൊക്കെ ഇരിക്കുന്ന ചെറിയ പ്ലെയിനുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്ലെയിനുകൾ ഇറങ്ങാം. അത് കണക്ടിവിറ്റി ഉണ്ടാക്കാം, ടൂറിസം ഡെവലപ്പ് ചെയ്യും, നാട്ടുകാർക്ക് ഗുണമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു പ്രാവശ്യം വന്ന് പരിശോധിച്ചു പോയി ഭൂമി, ഇനിയും വന്ന് അത് പരിശോധിക്കും. റൺവേക്ക് അനുയോജ്യമായ കാറ്റും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എയർ സ്ട്രിപ്പ് വന്നിരിക്കും. അതിനുവേണ്ടി 200 ഏക്കർ ഞാൻ സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞാൽ കൊടുക്കും. ഞാൻ ആദ്യമായിട്ടല്ല, കൽപ്പറ്റ ടൗണിൽ 10 ഏക്കർ ഭൂമിയുണ്ട് എനിക്ക്. സെന്റിന് 10 ലക്ഷം രൂപ വിലയുള്ളതാണ്. ആ പുത്തുമല മലയിടിച്ചിലും മറ്റും ഉണ്ടായ സംഭവങ്ങളിൽ 2 ഏക്കർ ഭൂമി ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. എത്രയോ കുടുംബക്കാരെ അവിടെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും, വെറും വാക്കായിരിക്കും. 200 ഏക്കർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് എത്ര ആവശ്യമുണ്ടോ അത് ഞാൻ കൊടുത്തിരിക്കും.